ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അതാ നമ്മൾ ഒരു ബാംഗിൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ വള കേട്ടോ, നമ്മുടെ കയ്യിലൊക്കെ ഇടുന്ന വളയുണ്ടല്ലോ, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒരു അടിപൊളി ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയെടുത്താലോ. വളരെ ഈസിയാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം, കുട്ടികൾക്ക് പോലും ചെയ്യാം, ഒട്ടിക്കുകയോ ഒന്നും വേണ്ട കേട്ടോ. വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാമെന്ന് പറയുന്ന പോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഈ ബാംഗിളും ഒരു റബ്ബർ ബാൻഡുമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റബ്ബർ ബാൻഡ് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഈ റബ്ബർ ബാൻഡ് കുറച്ചൊന്ന് ലൂസ് പോലത്തെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ചുറ്റി ഇടുന്നുണ്ട്, 2 പ്രാവശ്യമായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇടുമ്പോഴൊന്നും പൊട്ടിപ്പോകാത്ത റബ്ബർ ബാൻഡ് നോക്കി സെലക്ട് ചെയ്യണം, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഏത് വളയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് വളയാണെങ്കിലും കുഴപ്പമില്ല, നല്ല ഭംഗിയായിരിക്കും. ഇനി ഇതൊന്നും കാണുമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ അതൊന്നും വിചാരിച്ച് പേടിക്കേണ്ട. അപ്പോൾ ഇതേപോലെയാണ് ഇടേണ്ടത്. സ്ട്രെയിറ്റ് ആയിട്ട് റബ്ബർ ബാൻഡ് 2 സൈഡിലോട്ടും വരുന്ന വിധത്തിൽ നമ്മുടെ വളയിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. ഇനി ഇതെങ്ങനെ ഹെയറിൽ ഇടുന്നതെന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഡോളിൽ ഇട്ടിട്ട് കാണിച്ചു തരാം, അപ്പോഴാണ് കുറച്ചുകൂടി സൂം ചെയ്ത് കാണാമല്ലോ, എങ്ങനെയാണ് ഇടുന്നത് കാണാമല്ലോ. അതിന് ശേഷം ഞാൻ എൻ്റെ ഹെയറിൽ കണക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മുകളിലത്തെ പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ ഇതേപോലെ ഹെയർ മടക്കി എടുക്കാം. പിന്നെ താഴെ കൈ വെച്ചിട്ട് നമ്മുടെ ആ ഹെയർ താഴത്തോട്ടും ഇതേപോലെ മടക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ നമ്മുടെ ഹെയറിൽ നല്ല അടിപൊളിയായിട്ടിരിക്കും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിപ്പോൾ ഡോളിൻ്റെ ആയതുകൊണ്ടാണ് റബ്ബർ ബാൻഡൊക്കെ കാണുന്നത് കേട്ടോ. നമ്മുടെ ഹെയറിലൊന്നും ഇടുമ്പോൾ കാണില്ല. പിന്നെ നമ്മളെപ്പോഴും ഹെയർ ക്ലിപ്പ് നമ്മുടെ മുടിയുടെ തിക്നെസ്സിനനുസരിച്ചിട്ടാണല്ലോ സെലക്ട് ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ അതിനനുസരിച്ച് നമ്മുടെ ആ വളയുടെ വട്ടം കൂടെ നമ്മളൊന്ന് സെലക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ച് കുട്ടികൾക്കായാലും നല്ല രസമായിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ്. ഞാൻ ആദ്യം സക്സസ് ആവുമെന്ന് അറിയില്ലായിരുന്നു, ഇൻസ്റ്റാഗ്രാം നോക്കി കണ്ടപ്പോഴാണിത് ട്രൈ ചെയ്ത് നോക്കി. സക്സസ് ആയപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, ഫൈനൽ ലുക്ക് കാണാനും നല്ല രസമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഹെയറിൽ ഇടുന്നത് കാണാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എങ്ങനെയാണ് ക്ലിപ്പ് ഇടുന്നത്, പോർഷൻ എടുത്തിട്ട് ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഞാൻ നോർമലി ഇതേപോലെ പോർഷൻ എടുത്തിട്ട് ഇടുന്ന ആളാണ്, എനിക്ക് അധികം ഹെയർ സ്റ്റൈൽസ് ഒന്നും അറിയില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു പോർഷൻ എടുത്ത് ഇവിടെ ഞാൻ സാധാരണ ക്ലിപ്പാണ് ഇടാറ്. അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതിനായിട്ട് ആദ്യത്തെ പോർഷനിൽ നമ്മുടെ ഈ ഒരു ഫിംഗർ ഇതേപോലെ എടുത്തു. അതിനുശേഷം നമ്മുടെ മുടി ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മടക്കി വലിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ഫിംഗർ ഇങ്ങനെ ഉള്ളിലൂടെ ഇങ്ങനെ എടുത്തു. എന്നിട്ട് നമ്മുടെ ആ ഒരു മുടി ഇങ്ങോട്ടും മടക്കി ഇങ്ങോട്ട് വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് നല്ല വൃത്തിക്ക് തന്നെ വരും. ഈ കാണുന്ന പോലെ സെയിം പോലെ ചെയ്തെടുത്താൽ മതി. എന്നിട്ടൊന്ന് മുകളിലോട്ട് ടൈറ്റ് ആക്കാൻ വേണ്ടി മുകളിലോട്ട് ആക്കി വയ്ക്കുക. ഒന്ന് വിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ല ഹെയർ ക്ലിപ്പ് ഇട്ട പോലെ തന്നെ തോന്നും കേട്ടോ. ആരും പറയില്ല നമ്മൾ ഉണ്ടാക്കിയതാണെന്ന്. നല്ല ഭംഗിയുള്ള വളയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഹെയർ ക്ലിപ്പ് ഇട്ടതാണെന്നേ പറയുള്ളൂ, നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് ഒരാളും പറയില്ല കേട്ടോ. ഇത്ര ഈസി ആയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവമാണെന്ന് ഒരിക്കലും പറയില്ല. എനിക്കിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഇഷ്ടമായി കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഇത് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റിൽ പറയാനും മറക്കരുത്. അതിനുശേഷം ഊരാനും നല്ല എളുപ്പമാണ്. ജസ്റ്റ് വലിച്ചെടുത്താൽ മതി, മുടിയൊന്നും പൊട്ടാതെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും കേട്ടോ. ഇനി ഫുൾ മുടി ഇതിൽ കൊള്ളുമോ നോക്കാം കേട്ടോ. അപ്പോൾ അതും ചെയ്യാനും ഈസി ആയിട്ട് തന്നെ തോന്നി കേട്ടോ. അപ്പോൾ അതും അതേപോലെ തന്നെ ഫുൾ മുടി ഒരു പോർഷൻ ഉണ്ടല്ലോ റബ്ബർ ബാൻഡിൻ്റെ മുകളിൽ, ഇപ്പോൾ 2 പോർഷനായിട്ട് നമ്മൾ പാർട്ടീഷൻ പോലെ ചെയ്തേക്കല്ലേ. അപ്പോൾ അതിൽ ഒരു പോർഷനിലൂടെ നമ്മുടെ ഹെയർ ഇതേപോലെ വലിച്ചെടുത്തു. ഇനി അടുത്ത പോർഷനിലൂടെ ഇതേപോലെ താഴത്തോട്ടും വലിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ വലിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. മുടി പൊട്ടുന്ന പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമില്ല. എന്നിട്ടൊന്ന് മുകളിലോട്ട് കയറ്റി ടൈറ്റാക്കി കൊടുത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ടില്ലേ, നല്ല രസമില്ലേ കാണാനായിട്ട്. ഇത് കണ്ട ആരെങ്കിലും പറയുമോ നമ്മുടെ വളയാണെന്ന്. അപ്പോൾ നല്ല രസമായിട്ടുണ്ടല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. വീണ്ടും വരും വരേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.